ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് അനുഭവങ്ങൾ പാളിച്ചകളിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. പ്രത്യേകിച്ചും സെയിൽസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. പലപ്പോഴും കേരളത്തിലെ FMCG ബ്രാൻഡുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അവരുടെ സെയിൽസിൽ തന്നെയാണ്. പ്രൊഡക്ഷനിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. നല്ലൊരു ഏജൻസിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈവൻ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുകയും ചെയ്യാം. പക്ഷേ റിയൽ ആയിട്ടുള്ള കൺസേൺ ഇരിക്കുന്നത് സെയിൽസിലാണ്. ഞങ്ങൾ സമീപിച്ച ഒരു FMCG ബ്രാൻഡിനെ കുറിച്ചാണ്. ഈ FMCG ബ്രാൻഡിൻ്റെ സെയിൽസിനെ ഞങ്ങൾ സ്ട്രീം ലൈൻ ചെയ്ത കഥയാണ് പറയുന്നത്. കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള FMCG ബ്രാൻഡ്, ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന FMCG ബ്രാൻഡാണ്. അതിന് ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരു രീതിയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ സെയിൽസ് ആക്ച്വലി മിക്കവാറും എല്ലാ FMCG ബ്രാൻഡുകളും സെയിൽസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ ആയിരിക്കും. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ഒന്ന് അവർക്ക് നേരിട്ട് റീച്ച് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതിന് മാത്രം നെറ്റ്വർക്കൊന്നും ഒരു FMCG ബ്രാൻഡ് മാനുഫാക്ചർക്ക് ഉണ്ടാവില്ല. അപ്പം മാർക്കറ്റിനെ പരിചയമുള്ള ആളുകളുടെ അടുത്ത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുമ്പോൾ മിക്കവാറും ക്യാഷ് ആൻഡ് ക്യാരി ആയിട്ട്, അതായത് ആദ്യം തന്നെ പൈസ കിട്ടും എന്നുള്ളതാണ്. കാരണം റീറ്റെയിലറുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവിടെ അറ്റ്ലീസ്റ്റ് ബിൽ ടു ബില്ലെങ്കിലും പോണ്ടി വരും. അപ്പോൾ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഒക്കെ ചിലപ്പോൾ വൈകും പൈസ. അപ്പോൾ പൈസ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതും ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയ ഒരു ബ്രാൻഡാണെന്ന് വിചാരിച്ചോളൂ, നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് നല്ല ബ്രാൻഡ് ഉണ്ടാവും. പിന്നെ ഒരു പുതിയ ബ്രാൻഡിനെ എടുത്ത് പരീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ ബ്രാൻഡാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുമ്പോൾ അവർക്ക് കൂടുതൽ മാർജിൻസും നല്ല സപ്പോർട്ടും ഓഫർ ചെയ്യേണ്ടി വരും. ഈ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കാര്യം വളരെ രസമാണ്. കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർമാർ പ്രൊഫഷണലായിട്ടുള്ളവർ വളരെ കുറവേ ഉള്ളൂ. ഇടനിലക്കാർ എന്നൊക്കെ പറയപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അതിൽ തന്നെ പല ആൾക്കാരും ശരിക്കും ഹോൾസെയിലേഴ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ റീറ്റെയിലേഴ്സോ തന്നെ ആയിരിക്കും ചെയ്യും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അവർക്ക് നല്ല സ്റ്റാഫ് ഉണ്ടാവില്ല, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല, അവർക്ക് റോൾ ചെയ്യാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാവില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അവരൊരു ചെക്ക് ലിസ്റ്റ് വെച്ച് അസസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറയുക. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർക്ക് 10-70 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. 70 ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നന്നായി വർക്ക് ഇൻ ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 40 പേരേ ഉള്ളൂ. 41-42 പേര് ആണുള്ളത്. ബാക്കിയുള്ള ഈ 30 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ആക്റ്റീവ് അല്ല, എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും മേടിക്കും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 70 കടലാസിൽ മാത്രമാണ്, 40 യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ആ 40 എണ്ണത്തിൽ പോലും കൃത്യമായി പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 10-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആക്റ്റീവാണ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 70 പേരിൽ 10 പേര് വർക്ക് ചെയ്യുന്നു. ഈ 10 പേരാണ് ഏകദേശം ഒരു 70 മുതൽ 80% സെയിൽസ് കൊണ്ട് നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് സെയിൽസാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് തൊട്ടാണ് ഞങ്ങൾ ആരംഭിച്ചത്. കാരണം ആവശ്യമില്ലാത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ കൃത്യമായി ചെക്ക് ലിസ്റ്റ് വെച്ച് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ പതിയെ ഒഴിവാക്കി മാറ്റി. കാരണം അത്തരം ആളുകൾ നമ്മുടെ ഒരു വലിയ മാർക്കറ്റ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു എക്സ്ക്ലൂസീവ് ടെറിട്ടറി കൊടുത്തിട്ടുണ്ട്, അവരവിടെ പെർഫോം ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി എന്താണ്, നമ്മളുടെ സാധനങ്ങൾ അവിടെ അവൈലബിൾ അല്ലാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാപ്പബിൾ അല്ലാത്ത ഡിസ്ട്രിബ്യൂട്ടറിനാണ് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്തിരിക്കുകയാണ്, ആ ഡിസ്ട്രിബ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ നിങ്ങളുടെ സാധനം ലഭ്യമല്ല. എൻഡ് ഓഫ് ദ ഡേ കസ്റ്റമർ വിചാരിക്കുന്നത് എന്താ, നമ്മുടെ ബ്രാൻഡിന് അതിനുള്ള കഴിവില്ല, റീച്ച് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഡിസ്ട്രിബ്യൂട്ടർ മോശമായിരിക്കും എന്നൊന്നും ആരും വിചാരിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ കഴിവില്ലായ്മ തന്നെയാണ് നല്ല ഡിസ്ട്രിബ്യൂട്ടറെ അല്ല അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റി അവിടെ ഏറ്റവും എഫിഷ്യൻ്റായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ അടുത്ത് പോയി എങ്ങനെയാണ് ഒരു ടേംസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് പ്ലാൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണ്ടി ടേംസ് ഉണ്ടാക്കി. ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞങ്ങൾ ഈ 70 പേരെയും പോയി ഇൻ്റർവ്യൂ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ 70നെ കട്ട് ചെയ്ത് 45 പേരിലേക്ക് റെഡ്യൂസ് ചെയ്തു. 70 പേരിലെ കുറേ പേരെ കട്ട് ചെയ്തു വിട്ടാൽ 35 പേരോളം കട്ട് ചെയ്ത് 10 പേര് എക്സ്ട്രാ വെച്ച് അങ്ങനെ ഒരു 45-46 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ് എൻ്റെ ഓർമ്മ, അതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇവരെല്ലാം നമ്മളുടെ ഈ ടെസ്റ്റ് പാസ്സാവുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ മെച്ചം എന്താണ്, ടെസ്റ്റ് പാസ്സാവുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അത്യാവശ്യം ഇൻഫ്ര ഉണ്ടാവും, അവർക്ക് വണ്ടി ഉണ്ടാവും, അവരുടെ സ്റ്റാഫ് നല്ലതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്റ്റാഫ് മോശമാണെങ്കിൽ നമ്മളുടെ ബ്രാൻഡിനാണ് നാണക്കേട്. കാരണം നമ്മുടെ ബ്രാൻഡ് കൊണ്ടുപോകുന്ന ആളാണ് അയാൾ. അപ്പോൾ അയാൾ നല്ലതാവണം, മസ്റ്റാണ്. ഒപ്പം തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ വണ്ടി നല്ലതായിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ വണ്ടിയല്ലേ.
നല്ല വണ്ടി ആയിരിക്കണ്ടേ, കറക്റ്റായിട്ട് എത്തുന്ന വണ്ടി ആയിരിക്കണ്ടേ, അവരുടെ പ്ലാനിങ്, അവരുടെ ലോജിസ്റ്റിക്സ്, അവരുടെ സപ്ലൈ എല്ലാം പെർഫെക്റ്റ് ആവണം. ഇവരുടെ സോഫ്റ്റ്വെയർ അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം സോഫ്റ്റ്വെയർ നമ്മൾ പുതിയത് കൊണ്ടുവന്നു, എന്നാലും നമുക്ക് കൺട്രോൾ കിട്ടുള്ളൂ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, മിക്കവാറും FMCG ബ്രാൻഡിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളുടെ പ്രൈമറി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമേ നമുക്ക് ധാരണ ഉണ്ടാവുള്ളൂ. സെക്കൻഡറിയെ കുറിച്ച് അറിയില്ല. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ഷോപ്പിലേക്ക് എത്ര വെക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പോലും പലപ്പോഴും ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുകിൽ ഷോപ്പിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിൽ സാധനം കെട്ടിക്കിടക്കുന്നുണ്ടാവും ഡെഡായിട്ട് മൂവ് ചെയ്യാതെ. അത് കഴിഞ്ഞ് ടെറിഷറി നടക്കുന്നുണ്ടോ എന്നുള്ളത്, അതായത് കസ്റ്റമറിലേക്ക് റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളത്, അതിന് യാതൊരു ട്രാക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് വേണമെങ്കിൽ എന്ത് വേണം, ഡിസ്ട്രിബ്യൂട്ടറെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓൺ സ്റ്റാഫ് റീറ്റെയിലറുമായി ചേർന്ന് പ്രവർത്തിക്കണം. അവിടുത്തെ സ്റ്റോക്കുകൾ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവിടുത്തെ മെർച്ചൻഡൈസിങ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് അല്ലെങ്കിൽ 2 ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ദാറ്റ് വി ഹാവ് അലോട്ടഡ്. എത്ര ഏരിയ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അവിടെ തന്നെ ആക്ച്വലി പല രീതിയിൽ വർക്ക് ചെയ്യാം. നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തന്നെ സെയിൽസ് പീപ്പിൾ ഉണ്ടാവും, അവർ തന്നെ ഓർഡർ എടുക്കുന്നുണ്ടാവും. പക്ഷേ കേരളത്തിലൊക്കെ മിക്ക കേസസിലും അവർ ജസ്റ്റ് ഒരു സപ്ലയർ മാത്രമാണ്, ഡെലിവറി മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഓർഡേഴ്സ് എടുക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും, നമ്മുടെ സ്റ്റാഫ് തന്നെയായിരിക്കും. അപ്പം നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഓർഡറുകൾ കൃത്യമായിട്ട് എടുക്കുന്നു. അവിടെ നമ്മൾ ഈ ബീറ്റ് അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുക. ബീറ്റ് എന്ന് പറയാം, ഒരു ദിവസം കൊണ്ട് ആക്ച്വലി ഒരാൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടൗണൊക്കെ ആയിരിക്കും ഒരു ബീറ്റ്. ആ ടൗണും അതിനോട് ചുറ്റുഭാഗത്തുള്ള ഒരു 6-7 കിലോമീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 10 കിലോമീറ്റർ വരെ വരാം. അങ്ങനെയുള്ള സ്ഥലത്തെ വേണമെങ്കിൽ ഒരു ബീറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇരിങ്ങാലക്കുട ഒരു ബീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു 5-8 കിലോമീറ്ററുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളും വില്ലേജും ടൗണും ഒക്കെ അതിനകത്ത് പെടും. അപ്പോൾ ഒരു ദിവസം പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ടോട്ടൽ അവിടെ കവർ ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം ഒരാൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഷോപ്പുകൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ. ഒരു 40-50 ഷോപ്പ് വരെ വേണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. ചിലപ്പോൾ ക്വാളിറ്റി ചെയ്യുകയാണെങ്കിൽ അത്രയും കവർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിൽ ഇത്രയും ഷോപ്സ് ഉണ്ടാവും, ഇത്രയും കവർ ചെയ്യുന്നു. പക്ഷെ ഒരു ദിവസം എത്ര ഷോപ്പിൽ നിന്ന് ഓർഡർ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നത് കയറുന്നതിൽ പകുതി ഷോപ്സിൽ നിന്നെങ്കിലും ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റണം. അത് നമ്മളുടെ ഒരു സ്കില്ല് കൂടിയാണ്. അപ്പോൾ സാധനങ്ങൾ പുഷ് ചെയ്യുക, ആ പുഷ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ആ ഷോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, ഷോപ്പുകാരന് കൊടുക്കുന്നുണ്ട്, ആ ഷോപ്പുകാരന് പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ത് വാല്യൂ കൊടുക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ യാതൊരു ധാരണയില്ലാത്ത ഒന്നും മിണ്ടാത്ത ഒരാളെ വിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സെയിൽസ് ഉണ്ടാവില്ല, ഓർഡർ ഉണ്ടാവില്ല. കാരണം അവനൊരു സ്ട്രാറ്റജി അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വാല്യൂ എന്നുള്ള രീതിയിൽ ഒരു കൺസൾട്ടൻറ്റിനെ പോലെ ആക്ട് ചെയ്ത് മാർക്കറ്റ് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം റീറ്റെയിലർക്ക്. അതുപോലെ എങ്ങനെ ഇത് കൂടുതൽ വിൽക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, ഐഡിയാസ് കൊടുക്കണം. സാധാരണ ഒരു റീറ്റെയിലർ ആയിരിക്കും, അവനെ അറിയുന്നുണ്ടാവില്ല അതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി ഐഡിയയൊക്കെ. ഇത്തരം ഐഡിയാസ് കൊടുക്കുമ്പോൾ സാധനം കൂടുതൽ മൂവ് ചെയ്യുന്നത് കാണാം. അങ്ങനെയുള്ള ചില സെയിൽസ്മാൻമാരുണ്ടാവും. സാധാരണഗതിയിൽ ഒരു കമ്പനിയിൽ ഒരു 10% ആൾക്കാർ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും മേജറായിട്ട് സെയിൽസ് കൊണ്ടിരുന്നത്. അവൻ്റെ നിന്ന് ഇങ്ങനെ സെയിൽസ് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, അവൻ പോകുന്ന റീറ്റെയിലറിന് വാല്യൂ കൊടുക്കുന്നുണ്ട്, നമ്മളുടെ പ്രൊഡക്റ്റ് മുന്നിൽ തന്നെ ഉണ്ടാവും, ഏറ്റവും അധികം അവൻ പുഷ് ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, നല്ല സ്കീമുകൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും, നല്ല ഓഫേഴ്സ് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, ഡാംഗ്ലേഴ്സ് ആവാം, പോസ്റ്റേഴ്സ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സപ്പോർട്ടുകൾ കൂടി കൊടുക്കുമ്പോൾ ഒപ്പം നല്ല സ്റ്റാഫായിരിക്കണം കേട്ടോ. ഒരു കോംപ്രമൈസ് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ പാടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിലെ FMCG കമ്പനീസ് 5000 രൂപയ്ക്ക് വേണ്ടി മോശം സ്റ്റാഫിനെ എടുത്ത് വയ്ക്കും. 5000 രൂപ കുറവിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മോശം സ്റ്റാഫിനെ എടുത്ത് വെച്ചു, നിങ്ങളുടെ എൻ്റയർ സെയിൽസ് പോയി എന്നുള്ളതാണ്. ഞാൻ പറയുന്ന 5000 രൂപ കൂടുതൽ കൊടുത്തോ അല്ലെങ്കിൽ 10000 രൂപ കൂടുതൽ കൊടുത്തോ, നിങ്ങൾ ടാർഗറ്റ് കൊടുത്തോ, പോകുന്ന ഷോപ്പുകൾ 50% കൺവേർട്ട് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് കൊടുത്തോ, നിങ്ങൾ ഡെയിലി ടാർഗറ്റ്സ് കൊടുക്കണം. ഡെയിലി ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ടാർഗറ്റ്സ് അടക്കം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൃത്യമായി ട്രാക്ക് ചെയ്യും വേണം. ലൈവ് ട്രാക്കിംഗ്, ഇന്ന് ലൈവ് ട്രാക്കിംഗ് പോസിബിളാണ്. ഫീൽഡ് സെയിൽസിൽ ലൈവ് ട്രാക്കിംഗ്, ലൈവ് ബില്ലിംഗ് എല്ലാം പോസിബിളാണ്. ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. സെയിൽസ് ടീമിനെ എടുത്ത് അവരുടെ കൂടെ നിന്ന് അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ, അവരെ യൂണിഫോമിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തപ്പോൾ വലിയ മാറ്റമുണ്ടായി. ഞാൻ കൃത്യമായി പറയാം, ഏകദേശം നമുക്കുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 150% കൂടുതലാണ് സെയിൽസ് വർദ്ധിച്ചത്. ഏകദേശം ഒരു 1-1.5 വർഷത്തിനുള്ളിൽ. കാരണം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി വരുമ്പോഴാണല്ലോ സെയിൽസിൽ ശരിക്കും റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ഒരു 2-3 മാസത്തിൽ തന്നെ സെയിൽസ് കുറച്ച് കൂടുന്ന കാണാം.
പക്ഷെ 1.5 വർഷം കൊണ്ട് ഏകദേശം ഒരു 150 സംതിങ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അത്രയും മാറ്റം അവരുടെ സെയിൽസിലുണ്ടായി. പ്രോഫിറ്റബിലിറ്റി കൂടി. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഏകദേശം 3.5% കൂടി എന്നുള്ളതാണ്. ഗ്രോസ് പ്രോഫിറ്റും കൂടി. അപ്പോൾ ദിസ് വാസ് എൻ എക്സൈറ്റിംഗ് അസൈൻമെൻറ്റ്. ഇത് എല്ലാ FMCG ബ്രാൻഡ്സിനും പോസിബിൾ ആണ്. ഞാൻ സെയിൽസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞേട്ടാ. ഞങ്ങൾ വേറെ അതിൻ്റെ ഓപ്പറേഷൻസിലും ബാക്ക് എൻഡിൽ ഇൻവെൻട്രിയിലും ഒക്കെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് പ്രൊജക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തു അതിന് ശേഷം. കാരണം സെയിൽസിലും മാറ്റം വന്നപ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് ആയി. കേരളത്തിലുള്ള ബ്രാൻഡുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൺസൾട്ടിംഗ് ഒക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ മാറ്റം വരുത്തുമ്പോൾ അവർ കോൺഫിഡൻ്റ് ആവും. പിന്നെ ബാക്ക് എൻഡൊക്കെ സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട് വരും. ബാക്ക് എൻഡ് സ്ട്രീം ലൈൻ ചെയ്യാതെ നിങ്ങൾ സെയിൽസ് മാത്രം ഫോക്കസ് ചെയ്താലും നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ഇതൊരു ടോട്ടലായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസിൽ ഞങ്ങൾ മാറ്റം വരുത്തി, ബാക്ക് എൻഡും അതിനനുസരിച്ച് മാറ്റം വരുത്തി. ഇത് എഫിഷ്യൻ്റായി ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു MNC ലെവലിലേക്ക് മാറുന്ന ഒരു ബ്രാൻഡായി കഴിഞ്ഞിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.